ക്യാൻസർ എവിടെയാണ്? തലയുടെ ബാക്കിലാണ് ക്യാൻസർ അല്ലേ? ഇവിടുത്തെ 5 ലക്ഷത്തിന് വെച്ച് ഇപ്പൊ 15 പറയുന്നു. 15 വെള്ളിയാഴ്ച പള്ളിയിൽ പോയാണ് ജീവിക്കുന്നത്. പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യും? പള്ളിയിൽ പോയിട്ട് ആൾക്കാരെ നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോൾ പിരിവെക്കും. നമസ്കാരം. ഇത് നിലയ്ക്കാമുക്കിനും മണനകനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഇവിടെ സജീന എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുണ്ട്. അവർക്ക് ആരുമില്ല. ഹസ്ബൻഡ് മരിച്ചുപോയി. അതുപോലെ തന്നെ ഒരു മകളുള്ളത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ വീട് തന്നെ ഇപ്പം ഒരുപാട് കാശ് ഇവിടുത്തെ ബാങ്കിൽ സഹകരണ സംഘത്തിൽ കടമുണ്ട്. അത് തന്നെ ജപ്തിയുടെ വക്കായി. ആ സമയത്താണ് ഇടുത്തി പോലെ അവർക്ക് ക്യാൻസർ വന്നത്. ഇപ്പോൾ ചികിത്സ ചെയ്യാൻ കാശില്ല, മരുന്ന് വാങ്ങിക്കാൻ കാശില്ല. ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളികളിൽ പോയി ഉസ്താദിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച് പള്ളി പിരിയുമ്പോൾ അവരിൽ നിന്ന് കാശ് വാങ്ങിച്ചാണ് ഇപ്പോൾ നിത്യച്ചെലവിനും ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, ക്യാൻസറാണ്. നിത്യച്ചെലവിനും അതുപോലെ തന്നെ മരുന്നിനുള്ള അഷ്ടയും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സഹായിക്കാൻ ആരുമില്ല. ഭർത്താവ് മരിച്ചുപോയി. ഒരു മോളുള്ള വാടകയ്ക്കാണ്. എൻ്റെ അസുഖം ഇങ്ങനെ ക്യാൻസറാണ്. എൻ്റെ വസ്തു ലോണിരിക്കുകയാണ്. ജപ്തിയുടെ വക്കിലെത്തി. എനിക്ക് സഹായിക്കാനും ആരുമില്ല. എനിക്ക് ഹസ്ബൻഡ് പോയി? ഹസ്ബൻഡ് മരിച്ചുപോയി. മക്കളൊക്കെ? ഒരു മോളുള്ള വാടകയ്ക്കാണ്. താമസിക്കുന്നത്. ഈ അസുഖം കണ്ടുപിടിച്ച എത്ര കാലമായി? 6 വർഷമായി. 6 വർഷമായി. എവിടെയാണ് ക്യാൻസർ? എവിടെയാണ്? ബാക്കിലാണ് ക്യാൻസർ അല്ലേ? ഇപ്പൊ ചികിത്സയ്ക്ക് മാസം എത്ര കാശ് വേണ്ടി വരും? കാശ് തോന വേണ്ടി വരും. പരിശോധിക്കാനും അതിന് ഇതിനൊക്കെ പറയുമ്പോ പൈസ തോന വേണ്ടി വരും. എവിടെയാണ് ചികിത്സ നടത്തുന്നത്? ഹോമിയോ കോളേജില്. ഹോമിയോ കോളേജില് എവിടെ? തിരുവനന്തപുരം അതിനാവട്ടെ. ശരി ശരി ശരി. ഇപ്പൊ എന്താണ് ചികിത്സ പറഞ്ഞേക്കുന്ന ഡോക്ടർ? ചികിത്സ നടന്നുകൊണ്ടിരിക്കണം. കൂടെ ബ്ലഡൊക്കെ പരിശോധിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ചികിത്സ പറയണ്ടോ? ഓപ്പറേഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓപ്പറേഷൻ ഒക്കെ ആദ്യം പറഞ്ഞ് ആദ്യമൊക്കെ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞത് തന്നെ 6 വർഷമായി. ഇപ്പൊ ഒന്നും ഒരു നിവൃത്തിയില്ലല്ലേ? ഒരു നിവൃത്തിയില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോയാണ് ജീവിക്കുന്നത്. പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യും? പള്ളിയിൽ പോയിട്ട് ആൾക്കാരെ നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോൾ പിരിവെക്കും. നേരത്തെ പള്ളി നോട്ടീസ് കൊടുക്കണോ? പള്ളി നേരത്തെ അടിച്ചോട്ട് ഈ വയ്യാത്ത നോട്ടീസ് കൊണ്ടുപോയി ചെന്ന് ഉസ്താദിനെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും കണ്ട് മയക്കി കൂടെ പറയിക്കും. ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറങ്ങുന്നവര് അവരെ കയ്യാൽ കൽപ്പിച്ച് തരും അല്ലേ? നിങ്ങളുടെ ജമാഅത്ത് എവിടെയാണ്? നിലയ്ക്കാമുക്ക്. അവിടെ നിന്നൊരു സഹായം കിട്ടിയോ? അവിടെ ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ഉസ്താദിനെ കണ്ടായിരുന്നോ? ഉസ്താദിനെ കണ്ടില്ല. മറ്റേ അവര് സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഒക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സഹായം കിട്ടിയില്ല. മെമ്പർ വല്ലതും കണ്ടായിരുന്നോ? നിങ്ങൾ മെമ്പർ ആരാണ്? നമ്മളെ മെമ്പർ അജീന കമാല്. അവരെ കണ്ടായിരുന്നോ? അവരെ കണ്ടില്ല. കണ്ടില്ലേ? അവരെ സംസാരിക്കാത്തത്? അവരോടെ പോയി സംസാരിച്ചപ്പോ ഹോമിയുടെ ഇതാണ് കൊണ്ട് ഇതിന്റെ കറക്റ്റായിട്ട് അവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റായിട്ട് കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അവര്. അപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞവര്? അവര് നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഒന്നും ആയില്ല. ഒന്നും ആയില്ല. എത്ര ലോൺ ഉണ്ട് വീട് എടുത്തതിന്? 5 ലക്ഷത്തിന് വെച്ച് ഇപ്പൊ 15 പറയുന്നു. 15 സർക്കാരിന്റെ വീടൊന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല. സർക്കാർ ഫസ്റ്റില് വീട് സർക്കാരിന്റെയാണ് കിട്ടിയത്. 35 രൂപ ആയ സമയത്ത് ആ പടുതിക്ക് തന്നെ കിടക്കെ വെച്ച് പൂശിയതുമില്ല. കമ്മിയും കാണും. ലോൺ എവിടെ നിന്ന് എടുത്തത്? ലോൺ പക്ക സംഘത്തിൽ. അവിടെ ഇപ്പൊ ജപ്തി ആയോ? ജപ്തിയായി. ജപ്തിയുടെ ഇതൊക്കെ കഴിഞ്ഞ് 3-4 തവണ വന്നവര്. നിങ്ങൾ അസുഖത്തിന്റെ കാര്യമൊക്കെ ബാങ്കിൽ പറഞ്ഞില്ലേ? ബാങ്കിൽ പറഞ്ഞു. അതിനെ കൊണ്ടാണ് ഇപ്പൊ അവര് ജപ്തി ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. സജീന ഉമ്മയുടെ അക്കൗണ്ട് നമ്പരും അതുപോലെ ഗൂഗിൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ സ്റ്റോറിയോട് ആഡ് ചെയ്യുന്നുണ്ട്. കഴിയുന്നവരൊക്കെ സഹായിക്കുക. കാരണം ഈ ജീവിത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഉമ്മയാണ്. അവരുടെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത രീതിയിലേക്ക് ഒറ്റപ്പെട്ടു പോയവർ. അത് മാന്യ പ്രേക്ഷകരെ കാണുക, പറ്റുന്നവർ സഹായിക്കുക. സ്പെയിൻസിന് വേണ്ടി സീത് മാര സൈനിങ് ഓഫ്.